ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ മിക്സർ തന്നെയാണ്. അപ്പം ഇത്രയും ഈ കിലുകില സൗണ്ട് കേൾക്കുന്ന നമ്മുടെ മിക്സർ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനോട് ഇത്തിരി കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു വൈകിട്ടത്തെ ഒരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. തനി വെളിച്ചെണ്ണയിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് വെളിയിൽ നിന്ന് വേണമെന്ന് പറയുകയില്ല. അപ്പോൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ബൗളിലും 2 കപ്പ് വീതം നമ്മുടെ കടലമാവ് ഞാൻ ഇപ്പോൾ വയ്ക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബൂന്തിയും സേവയും റെഡിയാക്കണമല്ലോ, അതിനായിട്ടാണ്. ഇനി വേണ്ടത് 1 കപ്പ് പൊരിക്കടല, 1 കപ്പ് കപ്പലണ്ടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കായപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പുപൊടി. ഇത്രയാണ് ആവശ്യം. ഇനി നമുക്ക് ഒരു ബൗൾ ആദ്യം എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പുപൊടിയും 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് ഒന്ന് ആദ്യം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തത്. അതിലൊരു 1/4 ഭാഗം എടുത്ത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് കുഴയ്ക്കാം. അത് ശരിയാകാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇപ്പോൾ ഈ ഒരു കണക്കിനാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണ് നമ്മുടെ ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഈ ഒരു കണക്കിന് ഞാൻ ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സേവനാഴി ഉണ്ടല്ലോ, അതിലൊരല്പം ഓയിലൊന്ന് തൂകിയിട്ട് അതൊന്ന് സൈഡിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഈ മാവ് നമുക്കൊന്ന് അതിലോട്ടൊന്ന് ഇട്ട് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത ശേഷം ഒന്ന് അടച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് ഞാനിപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പ്രസ് ചെയ്യണം, നല്ല സ്മൂത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനിപ്പോൾ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഞാൻ എടുക്കുകയാണ്. ഈ ഒരു ക്രിസ്പിനെസ് വരുമ്പോഴത്തേക്കും കളറൊക്കെ മാറി ഒന്ന് ഒരു ബ്രൗൺ കളർ നമുക്കറിയാമല്ലോ, ഒരു സേവയുടെ ഒരു കളർ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് കോരിയെടുക്കാം. ആദ്യത്തേത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൽ നിന്ന് മാറ്റുകയാണേ. ഇനി അടുത്തത് ഇതുപോലെ നമുക്ക് ഒന്ന് ചുറ്റിച്ചൊക്കെ ഒഴിക്കാം. അപ്പോൾ മാവ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ സ്മൂത്തായിട്ടാണ് വരിക. ഈ ഒരു ടെക്സ്ചറിൽ തന്നെ ഇരുന്നാൽ നമുക്ക് സേവയൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണേ. അടുത്തതും ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അതും മാറ്റുകയാണേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ബാക്കിയുള്ള മാവ് എല്ലാം കൊണ്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്ത് നമുക്കിതുപോലെ ഈ സേവ ഒന്ന് ആദ്യം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം ആ മാവ് കൊണ്ട് അത്രയും സേവ ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരുന്നോട്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് ആദ്യം ഒന്ന് പൊടിച്ച് വയ്ക്കാം. ഇതിപ്പോൾ നമ്മളിപ്പം ഒരു നൂഡിൽസ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിനൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം. സ്മാഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കണക്കിന് നമുക്ക് കിട്ടും കേട്ടോ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്ത സെറ്റ് റെഡിയാക്കാം. അതിനായിട്ട് അടുത്ത ബൗളിലുള്ള മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പുപൊടി, കുറച്ച് കായപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ അത് ഏകദേശം ഒരു 3/4 കപ്പോളം ഇതിൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഈ തുള്ളി പോലെ മാവ് ഇങ്ങനെ വരണം. ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് എടുക്കാം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ബൂന്തി മേക്കറോ അല്ലെങ്കിൽ ഒരു കണ്ണാപ്പയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പം ബൂന്തി മേക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് നമുക്ക് വരും. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് ഈ ഒരു കണക്കാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. മുത്തുമണി പോലെ ഇരിക്കുന്നതാണ്. കണ്ടല്ലോ. അപ്പോൾ നമുക്കിതന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിപ്പോൾ ഇട്ടത് കോരിയെടുക്കുകയാണേ. അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇത്. പക്ഷേ എണ്ണ ഒരുപാട് കുടിക്കും കേട്ടോ ഇതിൽ. ബാക്കിയുള്ള മാവ് ഇതുപോലെ ഞാനിപ്പോൾ ബൂന്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് തല്ലിയെടുത്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് കപ്പലണ്ടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൊലിയുള്ളതും 1/2 കപ്പ് തൊലിയില്ലാത്ത അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് 1 കപ്പ് ചേർത്തിരിക്കുന്നത്. അത് ഏകദേശം ഇപ്പോൾ നമുക്ക് റോസ്റ്റഡ് ആണിത്, എന്നാലും ജസ്റ്റ് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അതെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഞാനിപ്പോൾ അതും ഈ ഒരു കണക്കിന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. നേരത്തെ വറുത്തതിൻ്റെ കൂടെ എല്ലാം ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണക്കിനാണ് വറുത്തെടുത്തത്. ഇനി നമുക്ക് 1 കപ്പ് പൊട്ടുകടലയാണ് നമുക്ക് ചേർക്കേണ്ടത്. അതും നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റായാൽ മതിയേ. കപ്പലണ്ടി ആണെങ്കിലും നമ്മുടെ പൊട്ടുകടല ആണെങ്കിലും റോസ്റ്റഡ് ആണ്. അപ്പോൾ ജസ്റ്റ് കരിയാത്ത രീതിയിൽ തന്നെ അത് ഒന്ന് വറുത്തെടുക്കണേ.
ഇതെല്ലാം ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ എണ്ണയിൽ തന്നെ ചതച്ച വെളുത്തുള്ളി, ഒരു പിടി കറിവേപ്പിലയും നമുക്കൊന്ന് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതും കരിയരുതേ, അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രം കിട്ടത്തക്ക കണക്കാവുമ്പോൾ അതൊന്ന് നമുക്കിങ്ങ് എടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം നമ്മൾ മിക്സറിനുള്ള എല്ലാം നമ്മൾ വറുത്ത് മാറ്റി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി മിക്സിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ സേവമൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമുക്കങ്ങ് തട്ടാം. അതെല്ലാം ഒന്ന് ഇട്ട് ആദ്യം ഒന്ന് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ആവണം. കണ്ടല്ലോ, ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് ഇതെല്ലാം എല്ലായിടത്തൊക്കെ തകത്താനാക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം തന്നെ നമ്മുടെ മുളക് പൊടിയും ഇത്തിരി കായപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ നമ്മുടെ മിക്സർ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്ത് എത്തക്ക കണക്കിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ രീതിക്ക് മിക്സ് ചെയ്താൽ മതി. ഇതാകുമ്പം നന്നായിട്ടൊന്ന് നമുക്ക് നല്ല ഷഫിൾ ചെയ്ത് കിട്ടും കേട്ടോ. ഇത്തിരി മെനക്കെട്ട പണിയാണെങ്കിലും എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോൻ ഇപ്പോൾ 4 മാസത്തിന് ശേഷം ഇവിടെ വീട്ടിലുണ്ട്. പോണ്ടിച്ചേരിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് മധുരമൊന്നും അവൻ കഴിക്കുന്ന ആളല്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ അവന് ഇഷ്ടപ്പെട്ടപ്പം അവൻ പിന്നെ വെളിയിൽ നിന്നൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല. അപ്പം ഇനി അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി വെക്കണേ എന്ന് പറയും. അപ്പോൾ എനിക്ക് പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയത്. അപ്പം ഇത് ഇനി ഇവിടം കൊണ്ടും തീരില്ല. കാരണം എന്ന് വെച്ചാൽ അവൻ പോകുമ്പോഴേ ഇത് കുറച്ച് കൊണ്ടുപോകും. ഒരു 2-3 കിലോ അവൻ കൊണ്ടുപോകും. അവിടെ അവന് കഴിക്കാൻ വേണം, കുട്ടികൾക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുപോകും. അപ്പം ഇനി അതും വീണ്ടും ഇനി അടുത്തൊരു പണിയാണ്. പോകുന്ന ദിവസം നോക്കി ഉണ്ടാക്കണം. അപ്പോൾ അപ്പോഴിത്തിരി ഹറിബറിയിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതാണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ സമാധാനത്തിന് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്കറിയാം ഇത് ഇത്തിരി മെനക്കെട്ട പണിയാണെന്ന് നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ എന്നാലും നമ്മുടെ മക്കൾക്കൊക്കെ സന്തോഷമായിട്ട് ഇത് ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ മോനിപ്പോൾ ഇത് മാത്രമേ കഴിക്കുള്ളൂ. വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ കഴിക്കില്ല. അവന് ഇപ്പോൾ എപ്പോഴും അവൻ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു 5-6 പ്രാവശ്യമായി ഇപ്പോൾ അവൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകണത്. അല്ലാതെ വെളിയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേണ്ട, അമ്മ ഉണ്ടാക്കി തരാനാണ് പറഞ്ഞത്. അപ്പം നമ്മളെ മക്കൾ ഇതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമുക്ക് വാങ്ങിച്ച് കഴിക്കണം ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.